ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഓരോ വീഡിയോസിനും നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. കുറേ പേര് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു വീക്കെൻഡ് ഡിന്നറിന് പറ്റിയതും അതുപോലെ തന്നെ വെറൈറ്റി ചിക്കൻ ഡിഷസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പറ്റിയൊരു ഡിഷാണ് ചീസി പെരി പെരി ചിക്കൻ. നമുക്കപ്പോൾ പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ ചീസി പെരി പെരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. അതിനായിട്ട് ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ നടുവേ ഒരു പോക്കറ്റ് ആക്കത്തക്ക രീതിയിൽ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു പോക്കറ്റായിട്ട് കിട്ടണം. അത് ഫുള്ളായിട്ട് അങ്ങ് കീറിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ അകത്തെല്ലാം നല്ലപോലെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള സോൾട്ടും പെപ്പറും ഒക്കെ നല്ലതായിട്ട് ഈ ചിക്കനിലേക്ക് പിടിക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ പാർട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോൾട്ടും അതുപോലെ തന്നെ കുറച്ച് പെപ്പറും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ പാർട്ടിലും ഇതുപോലെ സോൾട്ടും അതുപോലെ തന്നെ കുറച്ച് പെപ്പറോട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും, ഒരുപാട് കൂടി പോകണ്ട. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ നല്ല പോലെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡ്സും നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പീസ് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ 2 പീസ് നമ്മളിവിടെ നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇത് മുക്കിയെടുക്കണം. അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസിൽ ഇത് കോട്ട് ചെയ്യണം. നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് പെരി പെരിയുടെ പൗഡർ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോയുടെ പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ഈവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പെരി പെരി പൗഡറിന് പകരം നമുക്ക് റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഒന്ന് പൊടിച്ചത് യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്പൈസി ടച്ച് കിട്ടും നമ്മുടെ ചിക്കന്. ഞാനിപ്പോൾ ഇവിടെ പെരി പെരിയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി എരിവ് താല്പര്യമുള്ളവർക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയും ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തത് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും പിന്നെ കുറച്ച് പെപ്പറൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ആദ്യം ഈ മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്യണം. എല്ലാ സൈഡിലും നല്ലപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇത് മാറ്റിയിട്ട് നല്ലപോലെ നന്നായിട്ട് എല്ലാ വശവും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതായിട്ടൊന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം.
ഇപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ പീസ് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് അടുത്ത പീസ് കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നമ്മളിവിടെ നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്ത പീസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മേലാക്കിയിട്ട് നമുക്ക് ഒരു 5 to 10 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം നമ്മുടെ ഒരു സൈഡൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് ആ ഓയിലിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ പാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് 5 to 10 മിനിറ്റ്സ് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത സൈഡും നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചൂടോടെ തന്നെ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റായിട്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് കുക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട ആ എണ്ണയിൽ തന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും പൊട്ടറ്റോയും കൂടെ നമുക്ക് ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി പെപ്പറും ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിളും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുമ്പോൾ അത് നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. പിന്നെ നല്ലൊരു ടേസ്റ്റി കോംബോയും കൂടെയാണിത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുകയും വേണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.